കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. എങ്ങനെ തുടങ്ങണമെന്ന് ഞാൻ സംശയിച്ചു നിന്നപ്പോഴാണ് സൂക്ഷ്യം പോലെ ഗിരിയുടെ ഫോൺ വന്നത്. ആ തക്കത്തിന് ഗിരിയെ പറ്റി പറയാന്ന് കരുതിയപ്പോഴേക്കും അയാളുടെ അമ്മ കയറി വന്നു. മകനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതാണ് ഗംഗെ ഞാൻ പറഞ്ഞത് ദൈവനിശ്ചയോന്ന്. അവസരം കിട്ടിയിട്ടും നിനക്ക് പറയാൻ പറ്റിയില്ലല്ലോ. അതിനർത്ഥം എന്താ? ഇതാണ് നിന്റെ വിധിയെന്നല്ലേ? വിധിയെന്നല്ല, ദുർവിധി എന്ന് പറ. അതിപ്പോ തോന്നും. ദൈവം വിധിച്ചത് അംഗീകരിക്കുകയാണ് ശരിക്കും ഈശ്വര വിശ്വാസികൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് ദൈവം എന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നാണോ നീ പറയുന്നത്? കുറ്റപ്പെടുത്തല്ല, രക്ഷപ്പെടുത്തുകയാണ്. അബദ്ധധാരണകളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തൽ. എന്താ ഉമ്മ ഇവള് പറയുന്നത്? നന്ദഗോപനെ ഗംഗയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ചേച്ചി. ആ അമ്മയും ശരിക്കും പിടിച്ചു. നല്ല സ്നേഹമുള്ള കൂട്ടരാ നിന്റെ ഭാഗ്യ ഗംഗേ. ചുരുക്കത്തിൽ ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണെന്ന് പറയായിരുന്നു ഗംഗ. എന്താ ആലോചിച്ചു കൂട്ടുന്നത്? ആലോചിക്കാനൊന്നുമില്ലേ? ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെ ശരിയാക്കണം? ഒക്കെ നടക്കും. ദേ ഇപ്പൊ ആദ്യം ചെയ്യേണ്ടത് ബാങ്കിൽ പോകുക എന്നുള്ളതാ. ഏന്നോ ഗീതയെ വിളിച്ചോണ്ട് പോകാനേ വൈകിട്ട് രമേശൻ വരും. 5 ലക്ഷം രൂപ തികച്ചും റെഡിയാക്കി വെച്ചിരിക്കണമെന്നാ അവൻ പറഞ്ഞിരിക്കുന്നത്. ചെന്ന് പണം എടുത്തോണ്ട് വന്നാട്ടെ. എന്തു പറ്റി? ബാങ്ക് സമയം കഴിഞ്ഞാൽ ഇന്ന് പണമെടുക്കാൻ കഴിയാതെ വരും. ഗീതയാണെങ്കിൽ അതും പ്രതീക്ഷിച്ച് നിൽക്കുക. 2 ദിവസം ഇവിടെ കഴിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പണം കൊടുത്തിട്ട് മതിയത്. അല്ലെങ്കിൽ രമേശന്റെ വീട്ടുകാരുടെ മുമ്പിൽ എന്നും നാണക്കേടാണ്. ശാരദേ,
കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ നീ ബഹളം ഉണ്ടാക്കരുത്. ഗീതയുടെ പൈസ ഇന്ന് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതെന്താ? അത് പറയേ, എന്താ പ്രശ്നം? ബാങ്കിൽ പണം കിടപ്പില്ലേ? ഇല്ല. ബാങ്കിലിട്ടിരുന്ന 5 ലക്ഷം രൂപ പിന്നെ എവിടെ പോയി? നീ ക്ഷമിക്കണം, എനിക്കൊരാളെ സഹായിക്കേണ്ടി വന്നു. എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 5 ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കാൻ മാത്രം ഇത്രയും വലിയ ബന്ധു ആരാ? അത് ബന്ധുവല്ല, എന്റെ സുഹൃത്താ. ഹെഡ് മാസ്റ്ററായിരുന്ന കൃഷ്ണപിള്ള സാറിന് പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായി. വീട് ജപ്തിയാവുന്ന അവസ്ഥയുണ്ടായി. ഭാര്യയുടെ അസുഖത്തെ തുടർന്ന് ആളാകെ കഷ്ടത്തിലായിപ്പോയി. ലോണെടുത്ത ചികിത്സ നടത്തിയത്. ഒടുക്കം ബാങ്കുകാർ ജപ്തി തുടങ്ങിയപ്പോൾ എന്നോട് വന്ന് സങ്കടം പറഞ്ഞു. ആരുമില്ല പാവത്തിന് സഹായിക്കാൻ. ഇനിയുണ്ട് കെട്ടിക്കാത്ത 2 ഇരട്ടപ്പൻ കുട്ടികൾ. ആ ഗതികേട് കണ്ട് ഞാൻ ഗീതയ്ക്ക് വേണ്ടി ബാങ്കിലിട്ടിരുന്ന 5 ലക്ഷം രൂപ വായ്പയായിട്ട് സാറിന് എടുത്തു കൊടുത്തു. എന്റെ ദേവി, അത് ഇതുവരെ തിരിച്ചു കിട്ടിയില്ല. എന്നാലും ഭയങ്കര ചതിയായിപ്പോയി. ഇത്രയും നാള് മാഷ് ഇത് എന്നോട് പോലും പറയാതിരുന്ന എന്താ? 1 2 അല്ല, രൂപ 5 ലക്ഷമാണ്. പറഞ്ഞിട്ട് നിന്നെ കൂടി ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ആ മനുഷ്യനെ സഹായിക്കാൻ നിങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട്? എന്നിട്ട് ആ പണം തിരികെ ചോദിച്ചില്ലേ? ചോദിച്ചു, തരുകയും ചെയ്യും. പക്ഷേ ഇപ്പൊ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. പിന്നെ എപ്പ തരാന്ന് പറഞ്ഞു? സാറ് അതിനുള്ള ശ്രമത്തിലാ. കിട്ടിയ ഉടനെ ഇവിടെ എത്തി. ഇതൊന്നും ഒരു മറുപടിയോ സമാധാനമോ അല്ല മാഷെ. ഗീതയോടെന്തു പറയും? അതുപോട്ടെ, രമേശൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലോ? രമേശൻ മാത്രോ? വിവരം അറിയുന്ന നിമിഷം ആ എസ്ഐയും ഭാര്യയും കൂടെ വരും. അറിയാലോ അയാളുടെ നാക്കിന്റെ മൂർച്ച. ഇത് കുറെ കടന്നുപോയി മാഷെ. ഗീതയുടെ ജീവിതം വെച്ചാ നിങ്ങൾ കളിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ മാഷിനോട് കൂട്ടു നിൽക്കില്ല. അമ്മ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. സത്യമായിട്ട് ഞാനിത് ഇപ്പോഴറിയുന്ന ഗീത. നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. ചുരുക്കത്തിൽ ഇന്ന് പൈസ ഇല്ലെന്നാണോ എന്നാ അച്ഛൻ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 13-ാം മണിക്കൂർ വരെ എന്നിട്ട് അച്ഛൻ എന്താ ഇത് മാത്രം പറയാതിരുന്നത്? മറന്നുപോയോ? എനിക്കറിഞ്ഞൂടാ. ഇത്ര നിസ്സാരമായിട്ടാ പറയുന്നത്. 5 ലക്ഷം രൂപ വായ്പയായിട്ട് കൊടുത്തു എന്ന്. എന്റെ കഞ്ഞില് മണ്ണ് വാരി ഇട്ടിട്ട് വേണോ അച്ഛന് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ? ഞാൻ ചോദിച്ചു. അപ്പോഴെന്താ പറഞ്ഞേ? ആ പൈസ കിട്ടും, അന്നേരം കൊടുക്കാൻ. ഹോ, ആശ്വാസമായി. ഇത് നിസ്സാര കാര്യമല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഞാൻ വിളിക്കുന്നതും കാത്തിരിക്കുക രമേശേട്ടൻ. 5 മണിവരെ വിളിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് ചോദ്യം വരും. അപ്പൊ ഞാൻ എന്താ പറയണ്ടേ? കർണന്റെ അവതാരമായ അച്ഛൻ ആ പണം ദാനം ചെയ്തെന്നോ? രമേശനോട് നമുക്കൊരു അവധി പറഞ്ഞാലോ? ഈ ഒടുക്കത്തെ വിഷമത്തിനിടയിൽ അമ്മ തമാശ പറയല്ലേ? അവധി കേൾക്കുന്ന ആളായിരുന്നെങ്കിൽ എന്നെ ഇന്നലെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പോവായിരുന്നോ? അവര് മോനും അച്ഛനും അങ്ങനെ ക്ഷമിക്കുന്ന കൂട്ടത്തിലല്ല. പൈസ കിട്ടാതെ എന്നെ വിളിച്ചോണ്ട് പോവില്ല. അഥവാ വിളിച്ചാലും ഞാനൊട്ട് പോവുകയില്ല. കാരണം രമേശേട്ടന്റെ അമ്മയെ നിങ്ങളൊക്കെ പുറത്തു നിന്നല്ലേ കണ്ടിട്ടുള്ളൂ. ചില സീരിയലിലെ അമ്മായിയമ്മമാരില്ലേ, അവരൊക്കെ ഈ പാർട്ടിയുടെ മുമ്പിൽ ഒന്നുമല്ല. ഇതൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പൈസ കിട്ടാത്തതിന്റെ പേരിൽ എന്നോട് അവര് ചില്ലറ പോരൊന്നുമല്ല എടുത്തോണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരു 4 തവണയെങ്കിലും അവർ ഈ വിഷയം എടുത്തിടും. എന്നിട്ട് കുത്തുവാക്കും. രമേശനൊന്നും പറയില്ലേ? പറയും. അമ്മച്ചിക്ക് സപ്പോർട്ടായിട്ട് പറയുന്നേ ഉള്ളൂ. ചിലപ്പോ അച്ഛനും കൂടും. ഇതുവരെ ഞാൻ സഹിച്ചു. 5 ലക്ഷം രൂപ കൊടുത്തിട്ട് 4 വാക്ക് പറയാനിരുന്നതാ. പണം നമുക്ക് കൊടുക്കാൻ മോളെ. എപ്പോ? ഭർത്താവിന്റെ വീട്ടിൽ പോയി സുഖവാസം അനുഷ്ഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എല്ലാവരുടെ സ്നേഹം കണക്കാം. പക്ഷെ ഒരു കാര്യം, 5 ലക്ഷം രൂപയോ ആയിട്ടല്ലാതെ
ഞാൻ ഇനി അങ്ങോട്ടില്ല. പെട്ടെന്നായ അച്ഛന്റെ അഭിമാനത്തിന് കൊള്ളാം. ഒരുപാട് വൈകിയ ചിലപ്പോ ഞാൻ ഇനി ഒരിക്കലും രമേശ് ചേട്ടന്റെ വീട്ടിലേക്ക് പോയില്ല എന്ന് വരും. പ്രശ്നമാണല്ലോ മാഷേ. ഒരു എളുപ്പവഴി മുമ്പിലുണ്ട്. ഗംഗയുടെ കല്യാണത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന പണം, അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ എടുത്ത് കൊടുത്താൽ ഗീതയുടെ പ്രശ്നം തൽക്കാലം പരിഹരിക്കാം. പക്ഷേ ഉടനെ കല്യാണത്തിന്റെ ആവശ്യങ്ങൾ വരികയില്ലേ? എല്ലാവരും കൂടെ തീരുമാനം എടുത്തും കഴിഞ്ഞു. അതെ, അതുകൊണ്ട് പൈസ തൊടാൻ പറ്റില്ല. അത് കൂടുതൽ അബദ്ധമാവും. എനിക്ക് മാഷിനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഉമയുടെ മൂത്തവളുടെ കല്യാണം നടത്തിയതിന്റെ ക്ഷീണം ഇനിയും മാറിയിട്ടുമില്ല. എന്റെ ശമ്പളം കൊണ്ട് വേണ്ടേ എല്ലാം നടന്നു പോകാൻ? എവിടെ നിന്നെങ്കിലും വായ്പ കിട്ടുമോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. ഒരു പോംവഴിയും കാണുന്നില്ല. ഓപ്പറേഷൻ കുബേര വന്ന പിന്നെ പലിശയ്ക്ക് കൊടുക്കുന്നവരെല്ലാം പിൻവലിഞ്ഞു. ആരും അടുക്കുന്നില്ല. അല്ലെങ്കിലും പലിശയ്ക്ക് പണം കടമെടുത്താൽ അത് പിന്നെ ബാധ്യതയാവും. കൊള്ള പലിശ കൊടുത്തു മുടിയും. ഒരാളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കില്ല. അതാരാ? ദേവിക. ദേവികയുടെ കൈവശം പണമുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടാണോ 5 ലക്ഷം കൂടി കൊണ്ട് സമ്മാനിച്ചത്? ഈ പ്രതിസന്ധിക്ക് എല്ലാം കാരണം അത് കൊടുത്തതാ. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് പ്രശ്നമാവുമെന്ന്. വീണ്ടും വിചാരമില്ലാത്ത പണിയായിപ്പോയി. ഇന്നലെ 5 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തിട്ട് ഇന്ന് കടമായി ചോദിക്കാന്ന് വെച്ചാ വേണ്ട. മാഷൊരു കാര്യം ചെയ്യും. ഗംഗയുടെ കല്യാണത്തിന് കരുതി വെച്ചിരിക്കുന്ന പണം കൊണ്ടുപോയി ചെന്ന് ദേവിയ ടീച്ചർക്ക് കൊടുക്കും. കുറെ കൂടെ വലിയ ഹീറോ ആവാല്ലോ. അവസരമൊത്ത് വന്നത് ഗിരി. അപ്പോഴേക്കും ആ സ്ത്രീ വന്നത് തട്ടിത്തെറിപ്പിച്ചു. സ്ത്രീയോ? നാളെ മദറിലോ ആവേണ്ട ആളാ. ദേ ഗിരി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മദറിലോ? ഞാനിവിടെ തീ തിന്നു. അപ്പോഴാ ഗിരിയുടെ തമാശ. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാതെ ഗംഗേ. ഇന്ന് നടന്നത് വെറും ഒരു ചടങ്ങ് മാത്രമാ. ഗിരിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ടാ. വെറും ചടങ്ങല്ല, തീരുമാനം എടുപ്പാ ഇപ്പൊ നടന്നത്. ശരിക്കും പറഞ്ഞ കല്യാണ നിശ്ചയായിരുന്നു. ഡേറ്റ് 12, മുഹൂർത്തം 11. അതിനു മുമ്പ് നിന്നെ ഞാനിങ്ങ് കൊണ്ടുപോരില്ലേ പെണ്ണെ. ഗിരി, ഞാൻ നാളെ അങ്ങ് വരാം. കാത്തിരിക്കാൻ വയ്യ. നാളെ വന്നിട്ട് രജിസ്റ്റർ മാരേജ് നടത്താം. അങ്ങനെ ഹറിബറിയായിട്ട് നടത്തിയാൽ എങ്ങനെയാ? അതാ നല്ലത്. ഇനിയുള്ള ഓരോ ദിവസവും പ്രധാനമാണ്. ഇവിടെ കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് പറയാം. എല്ലാ ഒരുക്കവും പൂർത്തിയായി ആളുകളെ ക്ഷണിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി വന്ന അത് അച്ഛനും അമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല. അവര് തകർന്നു പോകും. തന്നെയുമല്ല, അത്രയും വലിയ ചതി എന്തിനവരോട് കാണിക്കണം? നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടില്ലേ? എന്തായാലും നമ്മൾ ഒരുമിക്കും. അത് തീരുമാനിച്ച കാര്യമോ? എങ്കിൽ പിന്നെ ഒരു ദിവസം നേരത്തെ ആവുന്നതല്ലേ നല്ലത്? അത്രയും ഭാരം ഒഴിഞ്ഞിരിക്കുമല്ലോ. നീ പറയുന്നത് സത്യവാ, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാനൊന്ന് സ്റ്റഡി ആവാതെ എങ്ങനെ നമ്മുടെ കല്യാണം നടത്തും? തന്നെ കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രം മതിയോ? തുടർന്ന് അങ്ങോട്ട് ജീവിക്കണ്ടേ? എല്ലാം ഓക്കെ ആയിട്ട് എന്നെ സ്വീകരിക്കാൻ ഇരിക്കുകയാണോ ഗിരി? എന്നല്ല. ഒരു വിശദീകരണവും വേണ്ട. എനിക്ക് നാളെ ഗിരിയെ കാണണം. പക്ഷെ ഗംഗേ, ഗിരിക്ക് നാളെ എന്നെ കാണാൻ പറ്റൂ ഇല്ലയോ അത് പറ. ശരി, ഞാൻ വരാം. ബാക്കി നേരിടും. രമേശ് ചേട്ടൻ എത്തിയോ? ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റും. ഞാൻ നേരെ ഇങ്ങ് പോകുന്നു. നീ ഇതുവരെ റെഡിയാൻ തുടങ്ങിയില്ലേ? അതിനധികം സമയം വേണോ? ഒരുങ്ങി നിൽക്കാമെന്നല്ലേ നീ പറഞ്ഞത്? രമേശ് ചേട്ടൻ ഇത്രയും നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ചായയൊക്കെ പോകുന്ന വഴിക്ക് വിശദമായിട്ട് കഴിക്കാം. എന്നാലും ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കാം. വാ.
എല്ലാവർക്കും അവിടെ ഇവിടെ ഒളിച്ചു നിന്നാ മതിയല്ലോ. അച്ഛനാണ് ഏറ്റവും നല്ല മിടുക്ക്. ഇറങ്ങി സ്ഥലം വിട്ടിരിക്കുന്നു. വീട്ടിലുണ്ടെങ്കിലല്ലേ സമാധാനം പറയണ്ടു. നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ ഗീതേ? ഞാൻ എന്നാലേ അപ്പുറത്തെ നബീസുമ്മയോട് ദേഷ്യപ്പെടാം. രമേശൻ എന്തു പറഞ്ഞു? രമേശ് ചേട്ടനൊന്നും പറഞ്ഞില്ല. പ്രശ്നം അതല്ലല്ലോ. രമേശ് ചേട്ടനോട് ഞാൻ എന്ത് പറയണം അതൊന്ന് പറഞ്ഞുതാ. ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. ചായ ഞാൻ ഇട്ടോളാം. അമ്മയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഇങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗീതേ. ഗതികേടിപ്പോ എനിക്കല്ലേ. നാണക്കേട് മാത്രമല്ല, നരകയാതന കൂടിയാ എന്നെ കാത്തിരിക്കുന്നത്. മനഃപൂർവ്വം അല്ലല്ലോ മോളെ. ദേ, നീ നന്നായിരിക്കണമെന്നല്ലേ ഞങ്ങളുടെ ആഗ്രഹം. ഇങ്ങനൊരു പറ്റിപ്പോയി. അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനും. നീ ഇവിടെ നിൽക്കേ, ഞാൻ രമേശിനോട് സംസാരിക്കാം. ഒരവധി പറയാം. അതിനു മുമ്പ് നമുക്ക് പണം കൊടുക്കാം. എന്നിട്ട് വേണം രമേശ് ചേട്ടൻ അമ്മയോട് അതും ഇതും ഒക്കെ പറയുന്നത് ഞാൻ കേൾക്കാൻ. എനിക്ക് വേണ്ടി ആരും എന്റെ ഭർത്താവിനോട് ശുപാർശ പറയണ്ട. മരുമോന്റെ മുന്നിൽ തല കുനിക്കുകയും വേണ്ട. വരുന്നത് എന്താന്ന് വെച്ചാ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ചായ ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു. വേറെ ഗ്ലാസ് വേണോ? വേണ്ട, അച്ഛനിപ്പോ വിളിച്ചതേ ഉള്ളൂ. എന്തായെന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഇറങ്ങാൻ തുടങ്ങാന്ന്. പോലീസുകാർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരക്ഷമയും ബഹളമൊക്കെ ഉണ്ടെങ്കിലും അച്ഛനാള് പാവ. നമ്മളിപ്പോൾ കൊണ്ടു ചെല്ലുന്ന ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് 5 പൈസ പോലും അച്ഛനെടുക്കില്ല. നമുക്ക് വേണ്ടി കരുതുകയുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാ എല്ലാം അച്ഛന് നേരിട്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റും കിട്ടണം. ഒരു കണക്കിന് അത് നല്ലതാ. ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ നോക്കിക്കണ്ട് നടത്തിക്കോളും. നമ്മൾ ഇടപെട്ട് വല്ല പോരായ്മയും സംഭവിച്ചാൽ അത് പിന്നെ എന്നും പഴിയാവും. അല്ല, ഗീതയുടെ അച്ഛനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? അച്ഛൻ ചിലപ്പോ വാര്യരംഗലിന്റെ വീട്ടിൽ പോയി കാണും. നമ്മള് ഇറങ്ങാൻ നേരത്തേക്ക് വരുമായിരിക്കും. അല്ലെങ്കിൽ നീ പോയി ഒന്ന് വിളിക്കും. നേരിൽ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകുന്നല്ലേ ഒരു മര്യാദ. ഒരു നന്ദിയും പറയണം. കാര്യം അച്ഛൻ്റെ ഉത്തരവാദിത്വമാണെങ്കിലും നമ്മൾ കടമ മറക്കരുതല്ലോ. രമേശ് ചേട്ടൻ ചായ കുടിച്ചില്ല. രമേശ് ചേട്ടാ, മറ്റൊന്നും തോന്നരുത്. അച്ഛന് ഒരബദ്ധം പറ്റി. അച്ഛൻ്റെ കൂടെ പഠിപ്പിച്ച ഒരു കൃഷ്ണപിള്ള സാറുണ്ട്. ഹെഡ് മാസ്റ്ററായിട്ടാ റിട്ടയർ ചെയ്തത്. അങ്ങേര് മരിച്ചോ? ഇല്ല, സാറിനൊരു പ്രശ്നം ഉണ്ടായി. ജപ്തിയോ മറ്റോ. അപ്പോ നീ എന്താ അങ്ങനെ ആമുഖം പറയുന്നത്? എന്തു പറ്റി? ആ സാറിന് പെട്ടെന്ന് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു. പൈസ ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന അവസ്ഥയായി. അതുകൊണ്ട് അച്ഛന് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കേണ്ടി വന്നു. നമുക്കായി മാറ്റിവെച്ചിരുന്ന ആ 5 ലക്ഷം രൂപ അച്ഛന് ആ സാറിന് തൽക്കാലത്തേക്ക് കൊടുക്കേണ്ടി വന്നു. കടവായിട്ട് കൊടുത്തു. കടവാ അത്, ഉടനെ കിട്ടും. 5 മിനിറ്റിലൂടെ കിട്ടുമോ? രമേശ് ചേട്ടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ വർഷം സമയം കഴിഞ്ഞു പോയി. ഇനി അടുത്ത വർഷം ആട്ടെ. പത്മശ്രീ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നിന്റെ അച്ഛൻ്റെ പേര് കൂടെ റെക്കമെൻഡ് ചെയ്യാം. ഇത്രയും മഹാത്യാഗിയായ ഒരാൾക്ക് അതിൽ കുറഞ്ഞ് എന്ത് ബഹുമതി കൊടുക്കാനാണ്? നാണമില്ല നിനക്ക് നിന്റെ മുഖത്ത് നോക്കി പറയാൻ?
നീ താളം ചവിട്ടി നിന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. സഹപ്രവർത്തകന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു പോലും. ഇതാണോ മുല്ലമറ്റത്ത് മാധവ മാഷിന്റെ അന്തസ്? പറഞ്ഞ വാക്കിന് വില വേണം, ചുമ്മാതല്ല മാഷ് ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞത്. ആദർശം പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിൽ കാണിക്കണം. രമേശ് ചേട്ടാ, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ഇറങ്ങുവാ. പണം എപ്പോൾ റെഡിയാവുന്നോ അപ്പം വിളിച്ചാൽ മതി.